ഭീകരത്തെ പ്രതിരോധിക്കാൻ സൗദി അറേബ്യ പരിശ്രമിക്കുമ്പോൾ ഏറെ ആശങ്ക ഉളവാക്കുന്ന വാർത്തകളാണ് ദിനംപ്രതി പുറത്തുവരുന്നത്. ഇത്തരം വാർത്തകൾ പ്രവാസികൾക്കുൾപ്പെടെ ആശങ്ക നൽകുന്നു. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിലെ ഗമീസ് മുഷൈത്തിന് നേരെ വീണ്ടും ഹൂതികളുടെ ഡ്രോൺ ആക്രമണ ശ്രമം. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് സൗദി വ്യോമസേന തകർത്തുവെന്ന് അറബ് സഖ്യസേന അറിയിച്ചു. സാധാരണ ജനങ്ങളുടെയും അവരുടെ വസ്തുവകകളെയും ലക്ഷ്യമിട്ടാണ് ഹൂതികൾ ആക്രമണം നടത്തുന്നതെന്ന് അറബ് സഖ്യസേനയെ ഉദ്ധരിച്ച് അൽ അറബിയ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് സാധാരണ ജനങ്ങളെ സംരക്ഷിക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുകയാണെന്നും അറബ് സഖ്യസേന അറിയിച്ചു. അതേസമയം ഈ മാസത്തിൽ തന്നെ നിരവധി ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. അസീറയിൽ സ്കൂൾ കെട്ടിടത്തിന്റെ നേരെ ഹൂതികളുടെ ഡ്രോൺ ആക്രമണം നടന്നിരുന്നു. ഞായറാഴ്ചയായിരുന്നു സംഭവം നടന്നത്. യമനിൽ നിന്ന് ഹൂതികൾ തൊടുത്തുവിട്ട സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ അസീർ ഗവേണേറ്റിലെ ഒരു സ്കൂൾ കെട്ടിടത്തിന് മേൽ പതിക്കുകയായിരുന്നുവെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചു. കെട്ടിടത്തിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നാണ് സൗദി സിവിൽ ഡിഫൻസ് ജനറൽ ഡയറക്ടറേറ്റിന്റെ റിപ്പോർട്ട്. കൂടാതെ ദക്ഷിണ സൗദി അറേബ്യയിലെ ഗമീസ് മുഷൈത്തിന് നേരെ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ അയച്ച് ആക്രമണം നടത്താനുള്ള ഹൂതികളുടെ ശ്രമം അറബ് സഖ്യസേന ജൂൺ 11 പരാജയപ്പെടുത്തിയിരുന്നു. വ്യാഴാഴ്ചയാണ് അറബ് സഖ്യസേന ഈ വിവരം സ്ഥിരീകരിച്ചത്. സാധാരണക്കാരെയും സിവിലിയൻ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടെത്തിയ ഡ്രോൺ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുൻപ് തകർക്കുകയായിരുന്നു. ജൂൺ 7 സമാനമായി ദക്ഷിണ സൗദി അറേബ്യയിലെ ഗമീസ് മുഷൈത്ത് ലക്ഷ്യമാക്കി ഹൂതികൾ അയച്ച ഡ്രോൺ അറബ് സഖ്യസേന തകർത്തു. ശനിയാഴ്ചയാണ് ഗമീസ് മുഷൈത്ത് ലക്ഷ്യമിട്ട് ഹൂതികൾ ഡ്രോൺ അയച്ചത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുൻപ് സഖ്യസേന വെടിവെച്ചിടുകയായിരുന്നു. ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാനുള്ള എല്ലാ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് അറബ് സഖ്യസേന വ്യക്തമാക്കി. എന്തൊക്കെയായാലും ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സൗദി അറേബ്യ. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.